ഒരുപാട് കുട്ടികൾ നിരന്തരം മെസ്സേജ് അയച്ച് ചോദിക്കുന്നതും വിളിച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിന് പുറത്ത് ഇപ്പോൾ നമ്മൾ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കോഴ്സസ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നിരന്തരം ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റുകളില്ല. വിവിധ പ്രോഗ്രാമുകൾക്ക് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളേ ഉള്ളൂ. നഴ്സിങ്ങിനാണെന്നുണ്ടെങ്കിൽ 9557 സീറ്റ്, BSc MITക്ക് ആണെങ്കിൽ 135 സീറ്റ്, BASLPക്ക് 157 സീറ്റ്, BOT ബാച്ചുലർ ഓഫ് ഓക്യുപ്പേഷണൽ തെറാപ്പിക്ക് 60 സീറ്റ്. ഇതുപോലെ എല്ലാ കോഴ്സുകൾക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഇന്ന് നിലവിൽ കേരളത്തിലുള്ളൂ. ഇപ്പോൾ ഫിസിയോതെറാപ്പി ആണെന്നുണ്ടെങ്കിൽ 920 സീറ്റ് ഉണ്ട്. അങ്ങനെ വളരെയധികം ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ പല കുട്ടികൾക്കും കേരളത്തിൽ LBS വഴി അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ്, കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, എക്സ്പെഷ്യലി നമ്മുടെ മലയാളി കുട്ടികളിൽ ഒരു 95% ഓഫ് കുട്ടികളും സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് കർണാടകയും അതിൽ തന്നെ വരുന്ന മറ്റൊരു സ്റ്റേറ്റാണ് തമിഴ്നാട്. 95% കുട്ടികളും നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും പോയി കഴിഞ്ഞതിന് ശേഷമാണ്, സാറേ ഇന്ന കോളേജിൽ ഇന്ന കാര്യം ഇല്ലല്ലോ. ഇപ്പോൾ ഓരോ കോഴ്സും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ MBBS പഠിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജസിൽ പഠിക്കണം. ഫിസിയോതെറാപ്പി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇതേപോലെ ഫാർമസി പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലുള്ള കോളേജിൽ പോകണം. അതുപോലെ തന്നെ നഴ്സിംഗ്, എക്സ്പെഷ്യലി കൂടുതൽ കുട്ടികളും നമ്മളോട് പരാതി പറയുന്നത് നഴ്സിംഗിലാണ്. കാരണം ഒരുപാട് കുട്ടികൾ കേരളത്തിന് പുറത്ത് പോയി സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നഴ്സിംഗ് ആണ്. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന്, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പഠിക്കുന്ന കോളേജ് ഇന്ന കോളേജിലെ 2ാമത്തെ ക്യാമ്പസാണ്, 3ാമത്തെ ക്യാമ്പസാണ്, 4ാമത്തെ ക്യാമ്പസാണെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചേർന്ന കോളേജിൻ്റെ പേരിലായിരിക്കില്ല നമ്മൾ പഠിച്ച് എക്സാം എഴുതുന്നത്, അത് വേറെ കോളേജിലായിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരേ ക്യാമ്പസിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന കുട്ടികൾ 2ഉം 3ഉം ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കർണാടകത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുട്ടികൾ വിളിക്കും, സാറേ ഞങ്ങൾ ഇന്ന കോളേജിലാണ് സാറേ ഞങ്ങൾ എക്സാം എഴുതിയത്, പക്ഷെ പഠിക്കുന്നത് ഇന്ന കോളേജിലാണ്, എന്നാ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം INC അപ്രൂവൽ ഇല്ലാത്ത, എന്നാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഇല്ലാത്ത പല കോളേജുകളിലും കുട്ടികൾ ചെന്ന് പെട്ട് കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ കേരളത്തിന് പുറത്തോട്ടേക്ക് ഏത് കോഴ്സ് ആയിക്കോട്ടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നല്ല കോളേജിൽ മാത്രം പഠിക്കുക. അതിനു വേണ്ടി നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, കർണാടകത്തിൽ പോകുന്ന കുട്ടികൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ സൈറ്റിൽ കയറുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും ആ കോളേജും, നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജും നമ്മൾ ആ ലിസ്റ്റിൽ, അവരുടെ ലേറ്റസ്റ്റ് ലിസ്റ്റിൽ അപ്ഡേറ്റഡ് ആണോ എന്ന് നമുക്ക് ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കർണാടകത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ ഇത് വളരെ കുറഞ്ഞ സീറ്റാണെന്നുണ്ടെങ്കിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇത് വളരെയധികം കൂടുതലാണ് നമ്പർ ഓഫ് സീറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സിംഗിൻ്റെ സീറ്റ് കേരളത്തിലാകെ 9557 സീറ്റേ ഉള്ളൂ. പക്ഷേ കർണാടകത്തിൽ 45,000-ഓളം സീറ്റാണ് നഴ്സിംഗിനുള്ളത്. അതായത് കേരളത്തിൽ ആകെ 159 കോളേജാണ് നഴ്സിംഗിനുള്ളതെന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ 500-ലധികം കോളേജസിലാണ് നഴ്സിംഗ്, BSc നഴ്സിംഗ് ഉള്ളത്. പക്ഷെ ആ 500-ലധികം കോളേജസ് എന്ന് പറയുമ്പോൾ അതെല്ലാം നല്ല കോളേജസ് അല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കോളേജസ് അപ്ഡേറ്റഡ് ആണോ, അതിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും ആ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പല കുട്ടികളും കേരളത്തിന് പുറത്തോട്ടേക്ക് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവർ ഡയറക്റ്റ് ആയിട്ട് കോളേജ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് ഉണ്ട് സൈറ്റിൽ. അപ്പോൾ ഇതിലൊക്കെ കയറിയിട്ട് ഇന്ന കോളേജ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. ചിലപ്പോൾ അവിടെ ഓൾറെഡി അഡ്മിഷൻ അങ്ങനെ ഓട്ടോമാറ്റിക്കലി എടുത്തു പോകും. പിന്നെ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്തായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥ മനസ്സിലാവുക. ചിലപ്പോൾ അംഗീകാരമില്ലാത്ത കോളേജിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ചെന്നു, സാറേ ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ആരുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. ഇങ്ങനത്തെ സിറ്റുവേഷനിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക്
ട്രസ്റ്റഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള കൺസൾട്ടൻസീസ് നിങ്ങളുടെ നിയർ ബൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള കോളേജസ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഇനി അതുപോലത്തെ കൺസൾട്ടൻസീസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് അഡ്മിഷൻ ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ഗൈഡൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. കാരണം ഡയറക്റ്റ് കോൺടാക്ട്, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഇല്ലാത്തത്, എപ്പോഴും പാരൻസിന് ഇത് അന്വേഷിക്കാനോ പാരൻസിന് ഡയറക്റ്റ് ആയിട്ട് വന്നു നോക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പിന്നെ കേരളത്തിന് പുറത്ത് കോഴ്സസും സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോരോ കോഴ്സുകൾ പഠിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ MBBS ആണെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെന്റൽ ആണെങ്കിൽ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഫാർമസി ആണെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, നഴ്സിംഗ് ആണെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ്, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിംഗ്, ഇതേപോലെ ഓരോരോ അപ്രൂവൽസ് ഉണ്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അയോട്ട പോലുള്ള അപ്രൂവൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യണം, കോളേജും സെലക്ട് ചെയ്യണം. പിന്നെ മെഡിക്കൽ രംഗത്ത് പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിലുള്ള കോളേജ് പഠിക്കുക. മെഡിക്കൽ കോളേജ് ആവണമെന്നില്ല, ഇപ്പം നഴ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 200 ബെഡെങ്കിലും ഹോസ്പിറ്റലിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് ടൈപ്പ് കൊടുക്കുന്ന കോളേജ് നോക്കിയിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ സാമ്പത്തികമുള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുക. അതായത് എല്ലാ കോളേജിലും എല്ലാ കോഴ്സും നല്ലതാവണമെന്നില്ല. എന്നാൽ കോളേജ് നല്ലതാണെന്ന് കരുതിയിട്ട് അവിടെയുള്ള എല്ലാ കോഴ്സും നല്ലതാവണമെന്നില്ല. അപ്പോൾ ഓരോ കോളേജിലും സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളുടെ നിയർ ബൈ കൺസൾട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാം. കേരളത്തിൽ ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസീസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് പറ്റിക്കുന്ന കൺസൾട്ടൻസീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസീസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതുപോലത്തെ കൺസൾട്ടൻസീസിനെ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കേരളത്തിന് പുറത്തു പോയി മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നല്ല ഫെസിലിറ്റീസ് വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അത്രയും നല്ലത്, സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലായിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് അംഗീകാരം വേണം, യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ നോക്കണം, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ കോളേജ് ഏതെങ്കിലും ഹള്ളിയിലുള്ള കോളേജാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എത്തിപ്പെടാനൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ഫാക്കൽറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫാക്കൽറ്റീസും കോളേജിലുള്ള ലബോറട്ടറീസും ലൈബ്രറി, അതായത് ഫെസിലിറ്റീസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.